വയനാട്ടിൽ കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരിതബാധിതർക്കൊപ്പം നിൽക്കുകയാണ് പ്രധാനമെന്നും മോദി പറഞ്ഞു. കളക്ടറേറ്റിൽ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മോദി. മേഖലയിൽ വ്യോമ നിരീക്ഷണം നടത്തിയ ശേഷം മുണ്ടക്കൈയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. തുടർന്ന് ദുരിതബാധിതരുമായി നേരിട്ട് കണ്ട് സംസാരിച്ചു. चाहे एसडीआरएफ के लोग हो, एनडीआरएफ के लोग हो, सेना के लोग हो, पुलिस के जवान हो, स्थानीय मेडिकल के लोग हो या यहाँ के एनजीओ हो, सेवाभावी संस्थाएं हो, हर कोई बिना रुके तुरंत ही आपदा प्रभावित लोगों की मदद के लिए पहुंचने का प्रयास किया। जिन परिजनों ने अपने स्वजन खोए हैं उसकी पूर्ति करना तो हम मनुष्य के लिए संभव नहीं है, लेकिन उनका भावी जीवन, उनके सपने चूर चूर न हो जाए, ये हम सबका सामूहिक दायित्व है। और भारत सरकार और देश इस संकट की घड़ी में यहाँ के पीड़ितों के साथ है। കേരളത്തെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള വാക്കുകൾ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. വയനാട്ടിൽ കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, വയനാട്ടിലെത്തി ദുരിതം നേരിട്ട് കണ്ട് ജനങ്ങളെ ആശ്വസിപ്പിച്ചാണ് പ്രധാനമന്ത്രിയുടെ മടക്കം ഉണ്ടാവുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും എന്തായാലും പ്രധാനമന്ത്രി കേരളത്തിന് വലിയ ആശ്വാസം പകർന്നുള്ള ഒരു സന്ദർശനത്തിന് ശേഷം ഇതാ പ്രധാനമന്ത്രി കണ്ണൂരിലേക്ക് മടങ്ങുകയാണ്. വ്യോമസേനയുടെ MI ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രിയുടെ മടക്കം. അദ്ദേഹം ദുരന്തബാധിത പ്രദേശങ്ങളെല്ലാം തന്നെ സന്ദർശിച്ചു. അദ്ദേഹം വ്യക്തമാക്കിയത് നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളാണ് ഈ ഒരു ദുരന്തത്തിൽ തകർന്നു പോയത്. അതുകൊണ്ട് കേന്ദ്രം ചെയ്യാൻ പറ്റുന്ന സാധ്യമായ എല്ലാ കാര്യങ്ങളും കേരളത്തിന് വേണ്ടി ചെയ്യും. ദുരിതത്തിൽപ്പെട്ടവർ ഒരിക്കലും ഒറ്റയാവില്ല. പണം അതിനൊരു തടസ്സമാകില്ല. കേരളം വിശദമായൊരു മെമ്മോറാണ്ടം കേന്ദ്രത്തിന് നൽകിയാൽ മതി. ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യും. കേരളം ഒറ്റയ്ക്കല്ല, വയനാട് ഒറ്റയ്ക്കല്ല, കേന്ദ്രവും രാജ്യവും കൂടിയുണ്ട് എന്നുള്ളതാണ്. സർക്കാരും രാജ്യവും കൂടിയുണ്ട്. 79-ൽ ഈ ഗുജറാത്തിൽ സമാനമായൊരു ദുരന്തം ഇത്തരത്തിൽ ഉണ്ടായിരുന്നു. അന്ന് അതിന്റെ വിഷമം എത്രമാത്രമാണ് എന്ന് അനുഭവിച്ച ഒരാളാണ് താൻ. അതുകൊണ്ട് തന്നെ വയനാട്ടുകാർ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരന്തം എത്രമാത്രം വലുതാണ് എന്ന് തനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. വയനാട്ടുകാരുടെ ഈ ഒരു ദുരന്ത അവസ്ഥ താൻ ഉൾക്കൊള്ളുന്നു എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. നേരത്തെ രാവിലെ 11:10 കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന്റെ പ്രത്യേക വിമാനത്തിൽ, വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയത്. ആ സമയത്ത് പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചേർന്നാണ് സ്വീകരിച്ചത്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ MI ഹെലികോപ്റ്ററിൽ, വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണുവും അടക്കമുള്ളവർ ഈ വയനാട്ടിലേക്ക് പുറപ്പെട്ടു. ആദ്യം വയനാട്ടിലെ ദുരന്ത മേഖലയിൽ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ഇരുന്നു കൊണ്ട് തന്നെ ആകാശ നിരീക്ഷണം നടത്തി. അതിനുശേഷം വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഹെലിപാഡിൽ പ്രധാനമന്ത്രി പിന്നീട് ഹെലികോപ്റ്റർ ഇറങ്ങി. അത് കഴിഞ്ഞ് ചൂരൽ മേഖലയിലേക്ക് അദ്ദേഹം റോഡ് മാർഗം സഞ്ചരിച്ചു. ചൂരൽ മേഖലയിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ 1/2 കിലോമീറ്ററോളം ദൂരം അദ്ദേഹം നടന്ന് അവിടുത്തെ ദുരന്തത്തിന്റെ ഒരു കാഴ്ചകൾ, ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഴവും പ്രധാനമന്ത്രി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി ഇതെല്ലാം തന്നെ കൃത്യമായി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹം ബെയിലി പാലത്തിലൂടെ മുഴുവൻ നടന്ന് നീങ്ങുകയും ചെയ്തു. ബെയിലി പാലത്തിലൂടെ നടന്നു നീങ്ങിയ പ്രധാനമന്ത്രി അതിനുശേഷം പിന്നീട് വെള്ളാർമല സ്കൂൾ പരിസരം സന്ദർശിച്ചു. ദുരന്തത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിഞ്ഞു. ADGP MR അജിത് കുമാർ, ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു അടക്കമുള്ളവർ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ട് എന്ന് വിശദീകരിച്ചു. അതിനുശേഷം അദ്ദേഹം മേപ്പാടിയിലെ സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി. അവിടെയുള്ള ദുരന്തബാധിതരെ, വീട് നഷ്ടപ്പെട്ടവരെ കണ്ടു. പ്രത്യേകിച്ച് എല്ലാം നഷ്ടപ്പെട്ട് തകർന്നുപോയ മുഹമ്മദ് ഹാനി എന്ന് പറയുന്ന കുട്ടിയെ കണ്ടു.
കണ്ടു. ആ കുട്ടി പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ കണ്ണീരോട് വിതുമ്പുന്ന ഒരു കാഴ്ച. ഹാനിയെ ചേർത്ത് പിടിച്ച് പ്രധാനമന്ത്രി സാന്ത്വനിപ്പിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രി മൂപ്പൻസ് വിംസ് ആശുപത്രിയിലേക്ക് എത്തി. മൂപ്പൻസ് വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 25ഓളം പേരെ പ്രധാനമന്ത്രി കണ്ടു. പിഞ്ചു കുട്ടികളടക്കമുള്ളവരെ സാന്ത്വനിപ്പിച്ചും വാത്സല്യത്തോടെ തലോടിയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്നും മടങ്ങിയത്. അതിനുശേഷമാണ് അദ്ദേഹം കൽപ്പറ്റയിലെ വയനാട് കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി സംബന്ധിച്ചത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ റവന്യൂ മന്ത്രി കെ രാജൻ, PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, OR കേളു, കൽപ്പറ്റ MLA T സിദ്ദീഖ്, വയനാട് കളക്ടർ DR മേഘശ്രീ അടക്കമുള്ളവർ സംബന്ധിച്ചിരുന്നു. അതിൽ തന്നെ പ്രധാനമന്ത്രിക്ക് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കൃത്യമായി ഈ അവലോകന യോഗത്തിൽ വെച്ചും ഡോക്ടർ V വേണു, കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഒപ്പം ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഴവും എല്ലാം തന്നെ അളക്കുന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് മുൻപിൽ ഇവർ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതെല്ലാം കണ്ടറിഞ്ഞതിന് ശേഷമാണ് പ്രധാനമന്ത്രി പിന്നീട് യോഗത്തിൽ സംസാരിച്ചത്. ഇതിന്റെ വേദന എത്രമാത്രമുണ്ട്